Hello, my dear students. Welcome to my class. Today's session we deals with the Block 6, Unit 3 from Mass Communication entitled Persuasion and Propaganda. Here in this chapter, we discussed about what do you mean by persuasion, what do you mean by propaganda, what are the techniques involved in persuasion and propaganda, for what purpose we use. So, we have to go through this class. Let's begin by describing what you mean by persuasion and the propaganda. So, എന്താണ് persuasion? എന്താണ് propaganda? അതാണ് ഇതിൻ്റെ അകത്തെ ബേസിക് ഐഡിയ നിങ്ങൾ അറിയേണ്ടത്. നിങ്ങൾക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും അത് മാത്രമായിട്ട് ചോദിക്കാം കേട്ടോ. അന്നേരം നമുക്ക് എന്താണ് പെർsuasion എന്ന് വയ്ക്കാം. പെർsuasionന്റെ മലയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുനയിപ്പിക്കൽ, ഒരാളെ അനുനയിപ്പിക്കുക. പ്രൊപ്പഗണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രചാരണം. ഇത് രണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വേണം. അന്നേരം പെർsuasionന്റെ ഡെഫിനിഷൻ പഠിച്ചു വെച്ചിരിക്കണം. പെർsuasion ഇൻവോൾവ്സ് convincing someone by using logical arguments and evidence to influence beliefs or actions. അന്നേരം ഒരാളെ അനുനയിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്, ഒരാളെ കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചുമ്മാതല്ല, ത്രൂ ലോജിക്കൽ ആർഗ്യുമെന്റ്സ് ആൻഡ് എവിഡൻസ്, എന്തെങ്കിലും വിശദമായ തെളിവുകളുടെയോ അല്ലെങ്കിൽ കാര്യകാരണ സഹിതങ്ങൾ നിരത്തിയോ നമ്മൾ ഒരാളെ വിശ്വസിപ്പിക്കുകയോ പ്രവൃത്തിയിലൂടെ മറ്റോ വിശ്വസിപ്പിച്ച് അനുനയിപ്പിച്ച് നമ്മളുടെ പക്ഷത്തേക്ക് ആക്കുന്നതിനെയാണ് നമ്മൾ പെർsuasion എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കും? ലോജിക്കൽ ആർഗ്യുമെന്റ്സും എവിഡൻസും ഒക്കെ ഉപയോഗിച്ച് ഒരാളെ കൺവിൻസ് ചെയ്യിപ്പിക്കുക. എങ്കിൽ പ്രൊപ്പഗണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രചാരണം. നമ്മളുടെ രാഷ്ട്രീയ ആൾക്കാരൊക്കെ ചെയ്യുന്ന എന്താണ്? പ്രൊപ്പഗണ്ട, അവരുടെ പ്രചാരണ പരിപാടികളാണ്. അന്നേരം എന്താണ് പ്രൊപ്പഗണ്ട? It aims to manipulate opinions and behaviors by using biased or misleading information. അന്നേരം എന്താണ് ചെയ്യുന്നത്? ഇവര് അധികം വിശ്വാസയോഗ്യമല്ലാത്ത അതുപോലെ തന്നെ ബയസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും വിധത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ അതിനെ ബയസ് ചെയ്യുകയാണെങ്കിൽ പൊളിറ്റിക്കൽ ബയസോ റിലീജിയസ് ബയസോ അങ്ങനെ മതപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ അതുമല്ലെങ്കിൽ ഈ പറയുന്ന സാമ്പത്തികപരമായിട്ടോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അതിനെ ഭിന്നിപ്പിച്ച് കാണിച്ചുകൊണ്ട് അവരുടെ ഒപ്പീനിയൻസും അവരുടെ സ്വഭാവവും അവരുടെ അഭിപ്രായങ്ങളും വെച്ച് ബാക്കിയുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അന്നേരം പ്രൊപ്പഗൻഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ട്രൈസ് ടു മാനിപ്പുലേറ്റ് ഒപ്പീനിയൻസ് ആൻഡ് ബിഹേവിയേഴ്സ് ബൈ യൂസിങ് ബയസ്ഡ് ഓർ മിസ്ലീഡിങ് ഇൻഫർമേഷൻ. നിങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ വ്യക്തതയില്ലാത്ത മറ്റു കാഴ്ചപ്പാടുകളോ അവരുടെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക മതപരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചോ അവരെന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതാണ് പ്രൊപ്പഗൻഡ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് വിശദമായിട്ട് പെർsuasion എന്താണ്, അതുപോലെ തന്നെ പ്രൊപ്പഗൻഡ എന്താണ്, ടെക്നിക്കുകൾ എന്താണെന്ന് നോക്കാം. അന്നേരം നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർsuasionനെ കുറിച്ച് 1 മാർക്കിന് ചോദിക്കാം, പെർsuasionനെ കുറിച്ച് 5 മാർക്കിന് ചോദിക്കാം. 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഈ തരുന്ന പോയിന്റ്സുകൾ നിങ്ങൾ വൃത്തിയായിട്ട് എഴുതി പഠിച്ച് വെക്കുക. സോ പെർsuasionന്റെ ഡെഫിനിഷൻ മസ്റ്റായിട്ട് നമ്മൾ കൊടുക്കണം. ഇതാണ് അതിൻ്റെ എലാബറേറ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. പെർsuasion ഇസ് an art of convincing someone to accept an idea, opinion or point of view. അന്നേരം മുകളിൽ തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാം. ഇതതിൻ്റെ ഡെഫിനിഷനാണ്. പെർsuasion എന്ന് പറയുന്ന ഒരു കലയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള കല? ടു കൺവിൻസ് സംതിങ് ടു അക്സെപ്റ്റ് an idea, opinion or a point of view. നമ്മളുടെ ഐഡിയയോ നമ്മുടെ ഒപ്പീനിയനോ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മുടെ കാഴ്ചപ്പാടോ ഒരാൾ അക്സെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അവരെ കൺവിൻസ് ചെയ്യുക, അതിനെ പറ്റിയിട്ടുള്ള ഒരു കലയാണ്. അല്ലെങ്കിൽ അതൊരു ഒരാളെ കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു കലയാണ്. ഓക്കെ, സോ പെർsuasion എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് an art of convincing someone to accept an idea, opinion or point of view. Then it is a powerful tool used by an individual or organization to influence beliefs, attitudes or behaviors to achieve specific goals such as selling products or promoting ideas. ഇതെന്ന് പറയുന്നത് സാധാരണയായിട്ട് ഒരു വ്യക്തികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ഒക്കെ ഇത് ഉപയോഗിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ബിഹേവിയേഴ്സ്, ഇതൊക്കെ ബാക്കിയുള്ളവരിലേക്ക്
എത്തിക്കാനായിട്ട് അവരുടെ സ്പെസിഫിക് ഗോളായിട്ട് അവർ പെർsuasion ഉപയോഗിക്കും. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ അവരവരുടെ സാധനങ്ങൾ സെല്ല് ചെയ്യാനും അതുപോലെ അവരുടെ ഐഡിയാസ് പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ പെർsuasion നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി ഇതിനകത്ത് എന്തൊക്കെ ടെക്നിക്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. സോ ടെക്നിക്സ് ഇൻക്ലൂഡ് ഇമോഷണൽ അപ്പീൽ, യൂസ് ഓഫ് എവിഡൻസ്, ലോജിക്കൽ റീസണിങ്, ഓഡിയൻസ് അണ്ടർസ്റ്റാൻഡിങ്. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ച് പോകണം. നമ്മുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇമോഷണൽ അപ്പീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്രിയേറ്റ്സ് ഇവോക്കിംഗ് സ്ട്രോങ് ഫീലിംഗ്സ് ലൈക്ക് സിമ്പതി ഓർ ഫിയർ by aligning with the values, hopes, or fears often used in charity appeal. സാധാരണ ഇങ്ങനെയുള്ള ധനസഹായങ്ങൾ ആവശ്യമുള്ള മേഖലകളിൽ ചാരിറ്റി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ സിമ്പതി പിടിച്ചു പറ്റുക, മറ്റുള്ളവരുടെ ഇമോഷൻസിനെ സ്ട്രോങ് ഫീലിങ്സിനെ ഇവോക്ക് ചെയ്യുന്ന തരത്തിൽ ബാക്കിയുള്ളവർക്ക് പേടിയുണ്ടാകുകയും കരുണയുണ്ടാകുകയും പ്രതീക്ഷയുണ്ടാകുകയും ഭയം ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന തരത്തിൽ അവരുടെ ഫീലിങ്സിനെ തുറന്നു വിടുക. ഇത് കൂടുതലും ചാരിറ്റി മേഖലകളിലാണ് ഇമോഷണൽ അപ്പീലുമായിട്ട് നമ്മൾ കാണുന്നത്. സോ നമ്മൾ കണ്ടിട്ടില്ലേ ഈ പറയുന്ന എൻ്റെ മോനിക്ക് വയ്യ, തീരെ വയ്യ, അസുഖമായിട്ട് കിടക്കുകയാണ്. അന്നേരം അവർ പറയുന്ന ചുമ്മാ പറയില്ല, അവർ പറയുന്നതിനോടൊപ്പം കരയുന്നുണ്ട്, കൊച്ചിന് തഴുകുന്നുണ്ട്. കാരണം ഇത് വീഡിയോ എടുക്കാൻ ചെല്ലുന്ന ആൾക്കാർ പറയും നിങ്ങൾ അങ്ങനെ ചെയ്യണം, എടുത്താൽ മാത്രമേ ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് യൂസ് ഓഫ് എവിഡൻസ്. സ്ട്രെങ്തനിങ് ആർഗ്യുമെന്റ്സ് വിത്ത് ഫാക്ട്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ എക്സ്പേർട്സ് ഒപ്പീനിയൻസ് ആസ് സീൻ ഇൻ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ. സോ യൂസ് ഓഫ് എവിഡൻസ്, തെളിവ് നിരത്തുക എന്നുള്ള പ്രത്യേകതയാണ് ഇത് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഫാക്റ്റുകളോ സ്റ്റാറ്റിസ്റ്റിക്സോ അതുപോലെ തന്നെ എക്സ്പേർട്ട് ഒപ്പീനിയൻസും ഒക്കെ എടുത്തിട്ട് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് കൂടുതലും നടക്കുന്ന പൊളിറ്റിക്കൽ ക്യാമ്പയിനിലാണ് നടക്കുന്നത്. ഓക്കെ, then next is a logical reasoning. Logical reasoning, here building coherent arguments based on facts and sound logic, frequently used in scientific or academic context. Logical reasoning എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന അക്കാഡമിക് അതുപോലെ തന്നെ സയന്റിഫിക് മേഖലയിലുള്ള ആൾക്കാർ അവരുപയോഗിക്കുന്ന ഫാക്ടറികൾ, അവരുടെ ലോജിക്ക് അതുപോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്ത് അവരൊരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് എത്തിച്ചേരുന്നു. ഡിബേറ്റ്, ഡിസ്കഷൻസ്, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? ലോജിക്കൽ റീസണിങ് ആണ്. അതുവഴി മറ്റൊരാളെ കൺവിൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. Then audience understanding. Tailoring message to align with the audience beliefs, values and background for greater impact. അതുപോലെ തന്നെ ഒരു വലിയ സദസ്സിനെ നിങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ ആ സദസ്സ് വളരെയധികം റെസ്റ്റ്ലെസ് ആണെങ്കിൽ അങ്ങനെ ഒരു സദസ്സിനെ തൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അവരെ പിടിച്ചിരുത്തി കേൾപ്പിക്കാനുള്ള ഒരു ശക്തി ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ അവരെ കൺവിൻസ് ചെയ്യണം. ഓക്കെ, അതിന് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കണം നിങ്ങൾ ഡെലിവറി ചെയ്യേണ്ടത്. അവർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള തരത്തിലുള്ള ഒരു സ്പീച്ച് ആയിരിക്കണം നിങ്ങൾ കണ്ടക്ട് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. ടൈലറിംഗ് മെസ്സേജസ് ടു അലൈൻ വിത്ത് ഓഡിയൻസ് ബിലീഫ്സ്, വാല്യൂസ്, ബാക്ക്ഗ്രൗണ്ട് ഫോർ ഗ്രേറ്റർ ഇമ്പാക്ട്. നമ്മൾ ഒരു കാര്യം ഡെലിവറി ചെയ്യുമ്പോൾ അത് കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ, അവരുടെ വാല്യൂസ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം നമ്മളൊരു സ്പീച്ച് ഡെലിവറി ചെയ്യാനായിട്ട് ചെല്ലാൻ. അന്നേരം ഇത്രയും കാര്യങ്ങളാണ് സാധാരണ നമ്മുടെ പെർsuasionനുമായിട്ട് അല്ലെങ്കിൽ അനുനയിപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടെക്നിക്സുകൾ. അത് ഏതൊക്കെയാണ്? ഇമോഷണൽ അപ്പീലുണ്ട്, ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ്, യൂസ് ഓഫ് എവിഡൻസ് നിരത്തുന്നത് പൊളിറ്റിക്കൽ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ടാണ്, ലോജിക്കൽ റീസണിംഗ് എന്ന് പറയുന്നത് അക്കാഡമിക് സയന്റിഫിക് മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഓഡിയൻസ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ഗ്യാതറിംഗ് ഓഫ് ഓഡിയൻസ് അല്ലെങ്കിൽ ലാർജ് ഗ്യാതറിംഗ് ഓഫ് ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. Then effective persuasion requires planning, research and insight into target audience to influence successfully and responsibly. ഒരു ഇഫക്റ്റീവ് പെർsuasion എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരാളെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരാളെ അനുനയിപ്പിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് റിക്വയർസ് പ്ലാനിങ്, റിസർച്ച് ആൻഡ് ഇൻസൈറ്റ് ഇൻ ദ ടാർഗറ്റ് ഓഡിയൻസ്. നമ്മളുടെ ഏതെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? അന്നേരം അങ്ങനെ ഒരു കാര്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ പറ്റി അറിഞ്ഞിരിക്കണം,
അതിന് വേണ്ടിയിട്ട് ആ ഒരു പർട്ടിക്കുലർ നമ്മൾ ആരെ പറ്റിയിട്ടാണോ ആരോടാണോ ഇത് പറയാനായിട്ട് ചെല്ലുന്നത് അവരെ പറ്റി പൂർണ്ണമായിട്ട് അറിഞ്ഞിരിക്കണം. അവരെ പറ്റി റിസർച്ച് നടത്തണം. അവരെ പറ്റി പ്ലാൻ ചെയ്യണം. അവരോട് പറയേണ്ട കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധവും ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കോളേജിൽ ഒരു ഗ്രൂപ്പ് പോലെ ഒരു 1000 സ്റ്റുഡൻസിനെ നോട് സംസാരിക്കാനാണ് ചെല്ലുന്നത്. നിങ്ങൾ അവിടെ ഒരു ടോപ്പിക്ക് കണ്ടക്ട് ചെയ്യാനാണ് ചെല്ലുന്നതെങ്കിൽ ആ ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് വളരെ ഇൻട്രസ്റ്റ് ഉള്ളതായിരിക്കണം. സ്റ്റുഡൻസിനെ പിടിച്ചിരുത്താൻ കഴിയുന്നതായിരിക്കണം. അവരുടെ കാലഘട്ടത്തിനെയും അതുപോലെ തന്നെ അവരുടെ ഇൻട്രസ്റ്റിനെയും മനസ്സിലാക്കുന്ന തരത്തിലുള്ളതായിരിക്കണം. എങ്കിൽ മാത്രമേ ആ സ്പീച്ച് അവരെ പെർsuade ചെയ്യൂ. When used effectively, persuasion can help individuals and organizations reach their objectives and drive positive change. നല്ല രീതിയിൽ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വൽസിനായാലും പല ഓർഗനൈസേഷൻസിനായാലും അവരുടെ ഒബ്ജക്റ്റീവ്സിലേക്ക് റീച്ച് ചെയ്യാനും ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു മേഖലയാണ് പെർsuasion എന്ന് പറയുന്നത്. ഇപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂഷൻസുകാരും പല കോളേജസുകാരും പല എബ്രോഡ് കൊണ്ടുപോകാന്ന് പറയുന്ന ആൾക്കാരും ഒക്കെ ഉപയോഗിക്കുന്ന മേഖല ഈ പെർsuasion ആണ്. താങ്കൾ അത് ചെയ്തു തരാം, താങ്കൾ നിങ്ങൾക്ക് പറയുന്ന ഇന്ന കോഴ്സുകൾ ഡെലിവർ ചെയ്തു തരാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിക്കുക. നിങ്ങളെ ആരെ എപ്പോൾ കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട വാക്കാണ് പെർsuasion. ഇനി കമ്മ്യൂണിക്കേഷനിൽ പെർsuasionന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇത് മാത്രമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അന്നേരം കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് പെർsuasionന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? സോ ഇത് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർsuasion ഇൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കിടക്കുന്ന ആ ഒരു പോയിന്റിലാണ് കിടക്കുന്നത്. പക്ഷെ അത് ഏന്ന് പറഞ്ഞിട്ടല്ല പോയിന്റ് വരേണ്ടത്. നമുക്കത് അവിടെ ഹെഡിങ് ആയിട്ടാണ് വേണ്ടത്. സോ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പെർsuasion ഇൻ കമ്മ്യൂണിക്കേഷൻ? Persuasion in communication is used to influence attitudes, beliefs, and behaviors across various areas. പല മേഖലകളിലുള്ള ആറ്റിറ്റ്യൂഡ്സിനെ ബിലീവ്സിനെ ബിഹേവിയേഴ്സിനെ ഇതിനെയൊക്കെ സ്വാധീനിക്കുന്ന ഒന്നാണ് കമ്മ്യൂണിക്കേഷനിലുള്ള ഒരാളുടെ പെർസ്വേഡ് ചെയ്യാനുള്ള കഴിവ്, മറ്റൊരാളെ അനുനയിപ്പിക്കാനുള്ള കഴിവ്. ഇതെന്ന് പറയുന്നത് പല മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒന്നെന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിങ്, പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് റിലേഷൻ, ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ. ഈ മേഖലകളുമൊക്കെ ആയിട്ട് ഇതിന് ക്ലോസ് കണക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ. Then, marketing and advertising. Persuasion promotes products or services by appealing to consumers through language, image, and videos. So, നമുക്ക് ഈ പറയുന്ന പെർsuasionലൂടെ ഒരാൾക്ക് തൻ്റെ പ്രോഡക്റ്റിന് അല്ലെങ്കിൽ തൻ്റെ സർവീസിനെ ജനങ്ങൾക്ക് മുൻപിലേക്ക് എത്തിക്കാനും അവരെ കൺവിൻസ് ചെയ്യിപ്പിച്ച് വാങ്ങിപ്പിക്കാനും അയാൾക്ക് സാധിക്കും. അതിന് അയാൾ ഉപയോഗിക്കുന്ന ഭാഷ, അയാൾ ഇടുന്ന ഇമേജസ്, അയാൾ ഉപയോഗിക്കുന്ന വീഡിയോസ്, ഇതെല്ലാം തന്നെ അതിന് സഹായിക്കുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരേ സമയം അയാൾ തൻ്റെ പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യും, അതിനോടൊപ്പം തന്നെ അയാൾ അതിനെപ്പറ്റി അഡ്വർടൈസ് ചെയ്യുകയും ചെയ്യുകയാണ്. ഇതിലൂടെ ഈ അഡ്വർടൈസ്മെന്റിലൂടെ ആൾക്കാരെ കൺവിൻസ് ചെയ്ത് അത് വാങ്ങിപ്പിക്കാൻ അയാൾക്ക് സാധിക്കുന്നു. ദെൻ പെർsuasion ആക്ട് ആസ് എ പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ. Persuasion shapes voters' opinions and behaviors in campaign to gather support. അന്നേരം പെർsuasionലൂടെ ഇപ്പം നമ്മൾക്ക് മറ്റൊരു പാർട്ടിക്ക് വോട്ട് കൊടുക്കാനായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ABC എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് വോട്ട് കൊടുക്കാനായിരുന്നു താല്പര്യമെങ്കിൽ, ബട്ട് ആ ഒരു ഇലക്ഷൻ്റെ ടൈമൊക്കെ മുറുകി വരുന്ന സമയത്ത് DDT എന്ന് പറയുന്ന ഒരു പാർട്ടി, ഞാനൊരു എക്സാമ്പിൾ പറയാം, DDT എന്ന് പറയുന്ന ഒരു പാർട്ടി ഈ പറയുന്ന ABC എന്ന് പറയുന്ന പാർട്ടിക്കെതിരായിട്ട് കുറേ തെളിവുകളും ഫാക്റ്റുകളും അവർ അവർ നടത്തിയ മാൽ പ്രാക്ടീസും ഒക്കെ തെളിയിക്കുന്ന തരത്തിലുള്ള കുറേ തെളിവുകളായിട്ട് വരികയും ജനങ്ങൾക്ക് മുമ്പിൽ അത് നിരത്തി നമ്മളെ അവർക്കെതിരെ തിരിക്കുകയും ചെയ്തു. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് പെർsuasion ഇൻ പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ഒപ്പീനിയൻസ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് തന്നെ അതോടുകൂടി ചേഞ്ച് ചെയ്യാൻ നമ്മൾ ഇനി എന്തിനു വോട്ട് ചെയ്യത്തില്ല? ABC വോട്ട് ചെയ്യത്തില്ല. So, persuasion shapes voters' opinions and behaviors in campaigns to gather to gain support. Then, public relations. Persuasion promotes a positive image and improves an organization's reputation. Persuasion എന്ന് പറയുന്നത് നമുക്കൊരു പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ റെപ്യൂട്ടേഷൻ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. Then, persuasion is widely used in health communication. Persuasion encourages healthy behaviors, lifestyle changes, etc. ഇപ്പം ഈറ്റിംഗ് ഹാബിറ്റിനെ കുറിച്ചിട്ടായാലും ഹെൽത്തി ഡയറ്റിനെ കുറിച്ചിട്ടായാലും അതുപോലെ തന്നെ ഈ പറയുന്ന ബോഡി
BMI അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചിട്ടായാലും, അതുപോലെ തന്നെ ഇപ്പം ഏതെങ്കിലും ഒരു രോഗിക്ക് സർജറി വേണം. രോഗി അതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ രോഗിയെ പെർസ്യൂഡ് ചെയ്ത് പറഞ്ഞത് സമ്മതിപ്പിക്കാനും ഒക്കെ നമുക്ക് എന്ത് വേണം? ഏത് മേഖലയിലായാലും അല്ലെങ്കിൽ ഈവൻ ഹെൽത്ത് ആ ഒരു സെക്ടറിലായാൽ പോലും നല്ല രീതിയിലുള്ള പെർsuasion നമുക്ക് ആവശ്യമാണ്. ഉം. ഇനി അടുത്തത് പെർsuasion is widely used in communication fields, aiding effective messaging and positive influence across in different context. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷന്റെ എല്ലാ മേഖലകളിലും ഈ പറയുന്ന പെർsuasion നമുക്ക് വളരെ ആവശ്യമാണ്. എഡ്യൂക്കേഷൻ ഫീൽഡിലും ആവശ്യമാണ്. എഡ്യൂക്കേഷൻ ഫീൽഡിൽ സ്റ്റുഡൻസ് ടീച്ചർ ഇൻട്രാക്ഷൻ നന്നാക്കാനും സ്റ്റുഡൻസിൻ്റെ ആറ്റിറ്റ്യൂഡ്സ് ബിഹേവിയേഴ്സ് ഇതൊക്കെ ഒരു പരിധിവരെ ചേഞ്ച് ചെയ്യിപ്പിക്കാനും ടീച്ചേഴ്സിന് സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ നല്ല ആവശ്യമുള്ള ഒരു കാര്യമാണ് പെർsuasion ഇൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു നല്ല ടീച്ചറാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്പീക്കർ ആകുക, ആ സ്പീക്കർ എന്ന് പറയുന്നത് നല്ല ഒരു പെർsuade കമ്മ്യൂണിക്കേറ്റർ ആകുക എന്നുള്ളതാണ്. ഓക്കെ, അന്നേരം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത് വാട്ട് യു മീൻ ബൈ പെർsuasion, വാട്ട് ആർ ദ ടെക്നിക്സ് ഇൻവോൾവ് ഇൻ പെർsuasion, വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പെർsuasion. ഇനി നമുക്ക് പെർsuasion ആൻഡ് അരിസ്റ്റോട്ടലിന് പെർsuasionനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കാം. അന്നേരം നിങ്ങൾക്കറിയാമല്ലോ, അരിസ്റ്റോട്ടൽ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് സ്കോളർ ആയിരുന്നു, ക്രിട്ടിക് ആയിരുന്നു. അദ്ദേഹം ലോജിക്കിലൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. Aristotle defined persuasion as the art of using language to influence beliefs of actions. അരിസ്റ്റോട്ടിൽ വിശ്വസിച്ചിരുന്നത് പെർsuasion എന്ന് പറഞ്ഞാൽ അതൊരു കലയാണ്. എന്ത് കല? ഭാഷ ഉപയോഗിച്ചിട്ടുള്ള ഒരു കലയാണ്. അതിലൂടെ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെയും അതുപോലെ തന്നെ അവരുടെ പ്രവൃത്തികളെയും സ്വാധീനിക്കാൻ നമുക്ക് കഴിയും. സോ അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ഈ പറയുന്ന പെർsuasion എന്ന് പറയുന്ന ഒരു കലയാണ്. ആ കലയിലൂടെ ബാക്കിയുള്ളവരുടെ വിശ്വാസങ്ങളെയും പ്രവൃത്തികളെയും സ്വാധീനിക്കാൻ നമുക്ക് കഴിയും. He introduced three main rhetorical appeals in persuasion: ethos, pathos, logos. Rhetoric എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭാഷണം. അദ്ദേഹം ഈ പെർsuasionനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹം 3 തരത്തിലുള്ള പ്രഭാഷണ രീതികളാണ് അദ്ദേഹം പുറപ്പെടുവിച്ചത്. അദ്ദേഹം അതിനെ 3ആയിട്ടാണ് പെർsuasionനെ തരംതിരിച്ചതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. Ethos, pathos and logos. Ethos relies on the credibility and trustworthiness of the speaker. Ethos എന്ന് പറയുന്നത് പറയുന്ന ആളുടെ വിശ്വാസയോഗ്യത, അയാൾ എത്രമാത്രം സത്യസന്ധനാണ്, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് ഈഥോസ്. പാഥോസ് എന്ന് പറയുന്ന ഇറ്റ് യൂസസ് ദ ഇമോഷണൽ അപ്പീൽ ടു കണക്ട് വിത്ത് ദ ഓഡിയൻസ്. ആ ഈ പറയുന്ന കാര്യം എത്രമാത്രം ഓഡിയൻസുമായിട്ട് വൈകാരികമായി അടുപ്പം നിലനിർത്തുന്നു, അതാണ് പാത്തോസ് എന്ന് പറയുന്നത്. ലോഗോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ബിൽഡ്സ് ആർഗ്യുമെന്റ്സ് ബേസ്ഡ് ഓൺ ലോജിക് ആൻഡ് റീസണിങ്. ഒരാളുടെ ലോജിക്കും റീസണിങ്ങും അനുസരിച്ച് ആർഗ്യുമെന്റ്സിനെ ചിട്ടപ്പെടുത്തുന്നതാണ് ലോഗോസ് എന്ന് പറയുന്നത്. സോ അദ്ദേഹം പറഞ്ഞത് ഒരാളെ അനുനയിപ്പിക്കുക അല്ലെങ്കിൽ പെർsuade ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തരത്തിൽ നമുക്ക് ചെയ്യാമെന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഈഥോസ്, പാഥോസ്, ലോഗോസ്. ഈഥോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് സംസാരിക്കുന്ന വ്യക്തി വളരെയധികം വിശ്വാസയോഗ്യതയും അതുപോലെ തന്നെ അദ്ദേഹം സത്യസന്ധനുമാണെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യം നമ്മൾ നിസ്സംശയം സ്വീകരിക്കും. അതാണ് ഈത്തോസ്. അതെന്ന് പറയുന്നത് ഒരാളെ പെർsuade ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഥോസ് ആണ്. പാഥോസ് എന്ന് പറയുന്നത് വൈകാരികമായി നമ്മൾ മറ്റൊരാളോട് സംസാരിക്കും, നമ്മളുടെ വികാരങ്ങളെ മറ്റൊരാളിലേക്ക് എത്തിക്കുന്ന വഴി അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പാത്തോസ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ലോജിക്കും റീസണും ഉപയോഗിച്ച് എവിഡൻസും ഫാക്റ്റുകളും നിരത്തി ബാക്കിയുള്ളവരെ വിശ്വസിപ്പിക്കുക, അതാണ് ലോഗോസ്. ഇത് മസ്റ്റായിട്ട് പഠിക്കണം. Effective persuasion, according to Aristotle, requires the understanding the audience beliefs, values, and emotions, and tailoring the message to appeal to these facts. So, effective persuasion, അരിസ്റ്റോട്ടിൽ പറയാണ് ഇഫക്റ്റീവ് പെർsuasion എന്ന് പറയുന്നത് എന്താണ്? അതിന് ഓഡിയൻസിന്റെ വിശ്വാസം വേണം, അതുപോലെ തന്നെ അവരുടെ വാല്യൂസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അവരുടെ ഇമോഷൻസിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം, അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള മെസ്സേജാണ് ഈ പറയുന്ന ഓഡിയൻസിന് നമ്മൾ ഡെലിവർ ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള മെസ്സേജാണ് ഡെലിവറി ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചും വ്യക്തമായിട്ട് അറിവുണ്ടായിരിക്കണം. ഈ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ നേരത്തെയും പറഞ്ഞത്. Persuasive technique include repetition, analogy, rhetoric question, as well as addressing potential objections. കണ്ടോ? അന്നേരം
പെർസ്യൂസീവ് ടെക്നിക്ക് എന്ന് പറയുന്നതിൻ്റെ അത് അദ്ദേഹം പറയാണ് അരിസ്റ്റോട്ടലിന്റെ ഡെഫിനിഷനുള്ള കാര്യമാണ്. പെർസ്യൂസീവ് ടെക്നിക്കിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഒരു റെപ്പറ്റീഷൻ, പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു കള്ളം പറഞ്ഞു, അതാരും വിശ്വസിച്ചില്ല. പക്ഷെ ആ കള്ളം ഞാനൊരു 10 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് ശരിയാണോ എന്നുള്ളൊരു സംശയം തോന്നും, ഇല്ലേ? ആ സംശയത്തിൽ നിന്ന് പിന്നെ അവർ അതിനെ പറ്റി ചിന്തിക്കുകയും അവരതിനെ ചിലപ്പം വിശ്വസിക്കാനും സാധ്യതയുണ്ട്. സോ റെപ്പറ്റീഷൻ ഈസ് എ ഫാക്ടർ. അനലോജി ആൻഡ് റെക്ടറിക്കൽ ക്വസ്റ്റ്യൻസ്, ചില പ്രഭാഷണങ്ങൾക്കിടയിൽ നിങ്ങൾ അവരോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക. അതുപോലെ തന്നെ ചില തെളിവുകൾ നിരത്തുക. അതുപോലെ തന്നെ ചില വാദപ്രതിവാദങ്ങൾ നടത്തുക. ഇത് പൊട്ടൻഷ്യൽ ഒബ്ജക്ഷൻസ്, ചില കാര്യങ്ങളെ നിരുപാധികം ഖണ്ഡിച്ച് പറയുക. അതങ്ങനെ പറ്റത്തില്ല, അതങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, എടുക്കാൻ പറ്റത്തില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ പറയുക. ഓക്കെ, ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. അന്നേരം അരിസ്റ്റോട്ടലിന്റെ ഡെഫിനിഷൻ പ്രകാരം പെർsuasive ടെക്നിക്സുകളായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട എന്തൊക്കെയാണ്? റെപ്പറ്റേഷൻ, അനലോജി, റെക്ടറിക് ക്വസ്റ്റ്യൻ ആസ് വെൽ ആസ് പൊട്ടൻഷ്യൽ ഒബ്ജക്ഷൻസ്. ഇതും പഠിച്ചു വെക്കണം. ഇത് 1 മാർക്കിന് ചോദിക്കാം. ഇനി അരിസ്റ്റോട്ടിൽ എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എ വെൽ ഓർഗനൈസ്ഡ് സ്പീച്ച് സ്ട്രക്ചർ. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്: നിങ്ങൾ നല്ലൊരു പ്രാസംഗികനാകണമെങ്കിൽ നിങ്ങളുടെ പ്രസംഗത്തിൽ പ്രധാനമായിട്ടും എന്തുണ്ടായിരിക്കണം? ഒരു വെൽ ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ആ സ്ട്രക്ചർ ഏതൊക്കെ പാർട്ടുകളിൽ ഉൾപ്പെടുന്നതാണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻട്രൊഡക്ഷൻ, ബോഡി പാർട്ട് ആൻഡ് കൺക്ലൂഷൻ. ഇൻട്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം സംസാരിച്ച് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഇരിക്കുന്ന ആൾക്കാരുടെ അറ്റൻഷനെ ഗ്രാസ്പ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഡയറക്റ്റ് പറയേണ്ട കാര്യം പറയുകയല്ല, മറിച്ച് അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ അറ്റൻഷൻ നിങ്ങൾ സീക്ക് ചെയ്യുക. സെക്കൻഡ് ഈസ് ബോഡി പാർട്ട്. ഇറ്റ് പ്രസൻസ് എവിഡൻസ് ആൻഡ് ആർഗ്യുമെന്റ്സ്. അവിടെയാണ് നിങ്ങൾ തെളിവ് നിരത്തുന്നതും അതുപോലെ തന്നെ ആർഗ്യൂ ചെയ്യുന്നതും. And third part is conclusion. It summarizes the points and leaves a lasting impression. അവിടെ നിങ്ങൾ എന്ത് ചെയ്ത് ഇതുവരെ പറഞ്ഞ പോയിന്റുകളെല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്യും. ജനങ്ങൾക്ക്, പ്രഭാഷണം കേട്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് വലിയൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിർത്തുകയും ചെയ്യുക. Aristotle's insights on ethos, pagos, and logos have influenced the persuasive communication across history. അരിസ്റ്റോട്ടലിന്റെ ഈത്തോസ്, പാത്തോസ്, ലോഗോസ് എന്ന് പറയുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞു ഏതാണ് പെർsuasionന്റെ പല ഘടകങ്ങളാണ്. അത് പെർsuasive കമ്മ്യൂണിക്കേഷനെ ചരിത്രത്തിൽ ആകമാനം തന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു അദ്ദേഹം ഈ പറയുന്ന പെർsuasionനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതൊരു കലയാണ്. ഇറ്റ്സ് ആൻ ആർട്ട് ബൈ യൂസിങ് ലാംഗ്വേജ് ടു ഇൻട്രൊഡ്യൂസ് ഓർ ഇൻഫ്ലുവൻസ് ബിലീവ്സ് ഓർ ആക്ഷൻ. അതിനെ അദ്ദേഹം 3ആയിട്ട് തിരിച്ചു: ഈതോസ്, പാഗോസ്, ലോഗോസ്. ഈതോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ക്രെഡിബിലിറ്റി, ട്രസ്റ്റ് വർത്തിനെസ് ഓഫ് ദ സ്പീക്കർ. പാതോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ അപ്പീൽ. ലോഗോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക് ആൻഡ് റീസൺ. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന പെർsuasive ടെക്നിക്ക് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, റെപ്പറ്റീഷനിലൂടെ, അനലോജിയിലൂടെ, റെക്ടറിക് ക്വസ്റ്റ്യനിലൂടെ, പൊട്ടൻഷ്യൽ ഒബ്ജക്ഷനിലൂടെ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ഇതൊക്കെ ഇതിന്റെ ടെക്നിക്കുകളാണ്. അതുപോലെ തന്നെ നിങ്ങൾ നല്ലൊരു സ്പീക്കർ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നടത്തുന്ന സ്പീച്ചിന് 3 ഘടകങ്ങൾ ഉണ്ടായിരിക്കണം. ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട്, ബോഡി പാർട്ട് ആസ് വെൽ ആസ് എ കൺക്ലൂഷൻ പാർട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഡിസ്കസ് ചെയ്ത് ഇനി നമുക്ക് പ്രൊപ്പഗൻഡ എന്താണെന്ന് നോക്കാം.